ശാസ്ത്രവും ആത്മീയതയും എപ്പോഴും ഒരു തർക്കവിഷയമാണല്ലോ ഇത്, അല്ലേ? ഒന്ന് യുക്തി, മറ്റൊന്ന് വിശ്വാസം. ഇവ രണ്ടും രണ്ട് വഴിക്കാണ് പോകുന്നതെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത്. പക്ഷേ ഈ കാണുന്ന വൈരുദ്ധ്യം ഒരു തെറ്റിദ്ധാരണ മാത്രമാണെങ്കിലോ? വാ, നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. സാധാരണയായി നമ്മൾ ഇതിനെ ഇങ്ങനെയാണല്ലോ വേർതിരിക്കുന്നത്. ഒരു വശത്ത് ശാസ്ത്രം, അതായത് നമുക്ക് അളക്കാനും കാണാനും കഴിയുന്ന ഭൗതികമായ കാര്യങ്ങൾ, ദ്രവ്യം, യുക്തി, എല്ലാം വസ്തുനിഷ്ഠമാണ്. മറുഭാഗത്തോ ആത്മീയത, അത് നമ്മുടെ ഉള്ളിലെ ലോകമാണ്, ബോധം, വിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും തോന്നും, ഇതെങ്ങനെയാണ് ഒന്നിക്കുന്നത് എന്ന്, അല്ല? എന്നാൽ ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് മാസ്റ്റർ ഇ.കെ. പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. ഈ വൈരുദ്ധ്യമെന്ന തോന്നൽ വരുന്നത് തന്നെ ഇവ തമ്മിൽ എന്തോ ശത്രുതയുണ്ടെന്ന ചിന്തയിൽ നിന്നാണ്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊരു ശത്രുതയോ വിരോധാഭാസമോ ഇല്ല. അപ്പോൾ പിന്നെ എവിടെയാണ് പ്രശ്നം? ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മളാദ്യം ശാസ്ത്രം എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് മാറിയത് എന്ന് മനസ്സിലാക്കണം. കാരണം ശാസ്ത്രം ഒരിടത്ത് നിൽക്കുന്ന ഒന്നല്ലല്ലോ. പണ്ട് ഒരു 19-ാം നൂറ്റാണ്ടിലൊക്കെ ശാസ്ത്രമെന്ന് പറഞ്ഞാൽ ദ്രവ്യം മാത്രമായിരുന്നു, കാണാൻ പറ്റുന്നത് മാത്രം. എന്നാൽ 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴോ ശാസ്ത്രം ശൂന്യതയുടെ, സ്പേസിന്റെ രഹസ്യങ്ങൾ തേടിപ്പോയി. ഇനി അങ്ങോട്ട് അത് പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറുന്ന ഭാവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ശരിക്കും വലിയൊരു യാത്ര തന്നെയാണത്. അതായത് പണ്ടത്തെ പോലെ ശാസ്ത്രം കണ്ണിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിയല്ല. ഇന്ന് ശാസ്ത്രം ശൂന്യതയുടെ ഉള്ളറകളിലേക്ക് വരെ ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ പഴയ ഭൗതികവാദി എന്ന ലേബൽ ഇനി ശാസ്ത്രത്തിന് ചേരില്ല. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പറയുന്നത് എന്താണ്? ഈ ശൂന്യത ശരിക്കും ശൂന്യമല്ല, അത് ഊർജത്തിന്റെയും അനന്തമായ സാധ്യതകളുടെയും ഒരു കലവറയാണ്. ഈ ഉദ്ധരണിയിൽ പറയുന്ന പോലെ ആ ശൂന്യതയിലെ ബോധത്തിന്റെ മർമ്മരങ്ങൾ ശാസ്ത്രജ്ഞർ ഇപ്പോൾ കേട്ടുതുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റം നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ കാണുന്നതാണോ യഥാർത്ഥ ചിത്രം, അതോ നമ്മുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടോ? മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അത് ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ വിജയമായി, ആത്മീയ വിശ്വാസങ്ങളുടെ പരാജയമായി പലരും ആഘോഷിച്ചു. അപ്പോഴാണ് ഒരാൾ മാസ്റ്റർ ഇ.കെയോട് ഈ ചോദ്യം ചോദിച്ചത്. മനുഷ്യൻ ചന്ദ്രനിൽ നടന്നില്ലേ, ഇനി അവിടെ എന്ത് ആത്മീയ സ്വാധീനം? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി വളരെ രസകരമായൊരു ഉപമയായിരുന്നു. ഒരു മനുഷ്യന്റെ കോട്ടിന്റെ മുകളിൽ കയറിയിരുന്ന് സംസാരിക്കുന്ന 2 ഉറുമ്പുകളെക്കുറിച്ചുള്ളൊരു കഥ. അതിലൊരു ഉറുമ്പ് മറ്റേ ഉറുമ്പിനോട് പറയുകയാണ്, ഇവിടെ ഒരു മനുഷ്യനുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഞാൻ ഈ പ്രതലത്തിലൂടെയെല്ലാം നടന്നു നോക്കി, എവിടെയും ഒരു മനുഷ്യനെയും കണ്ടില്ല. എങ്ങനെയുണ്ട്? നമ്മളും പലപ്പോഴും ഈ ഉറുമ്പിനെ പോലെയാണ്. ഉപരിതലം മാത്രം കണ്ട് അതാണ് മുഴുവൻ യാഥാർത്ഥ്യമെന്ന് തെറ്റിദ്ധരിക്കുന്നു. തണ്ടുള്ളവർക്ക് നമ്മുടെ ഈ പരിമിതിയെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഇത്തരം വലിയ ആശയങ്ങളെ വിശദീകരിക്കാൻ ഇതുപോലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. ഉദാഹരണത്തിന് ഈ ചുരുണ്ടുകിടക്കുന്ന സർപ്പം. ഇവിടെ നോക്കൂ, ഈ സർപ്പത്തിന്റെ ഓരോ ചുരുളും യാഥാർത്ഥ്യത്തിന്റെ ഓരോ തലങ്ങളാണ്. ദ്രവ്യം, പിന്നെ ഊർജം, പിന്നെ മനസ്സ്. ഈ സർപ്പം നിവരുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു കാലത്തിനതീതമായ ഒന്നാണ്. ഈയൊരു കാഴ്ചപ്പാടിൽ ശാസ്ത്രവും ആത്മീയതയും ഒരുമിച്ച് വരുന്നുണ്ട്, അല്ലേ? ശരി. അപ്പോൾ ഈ 2 വഴികളും എങ്ങനെയാണ് ഒന്നിക്കുന്നത്, എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ടു പോകുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ മനോഭാവത്തൊരു വലിയ മാറ്റം വരേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ ലക്ഷ്യം പ്രകൃതിയെ കീഴടക്കുക എന്നതായിരുന്നു. പക്ഷേ യഥാർത്ഥ വളർച്ച എന്നത് പ്രകൃതിയിലേക്ക് വികസിക്കുക എന്നതാണ്. അതായത് പ്രകൃതിയുടെ ഭാഗമായി മാറുക. ഒരു ലളിതമായ ഉദാഹരണം പറയാം. നമ്മളാരും വൈദ്യുതിയെ കീഴടക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു. അപ്പോൾ വൈദ്യുതി നമുക്ക് പ്രയോജനപ്പെടുന്നു. പ്രകൃതിയിലെ എല്ലാ ശക്തികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ശരി. അതുകൊണ്ട് തന്നെ ശൂന്യത അഥവാ സ്പേസ് എന്ന് പറയുന്നത് വെറുമൊരു ഒഴിഞ്ഞ ഇടമല്ല. അത് ജീവന്റെയും ബോധത്തിന്റെയും വൈദ്യുതിയുടെയും എല്ലാ സാധ്യതകളുടെയും ഒരു വലിയ സംഭരണിയാണ്. എല്ലാം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ക്ഷേത്രത്തിനും മതത്തിന്റെ ക്ഷേത്രത്തിനും ഇടയിൽ നമ്മൾ കാണുന്ന ആ വലിയ മതിൽ, അത് നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പണിതതാണ്. ഈ തിരിച്ചറിവിന്റെ ആഴം മനസ്സിലാക്കാൻ വളരെ ശക്തമായ ഒരു പഴയ കഥയുണ്ട്. ദൈവത്തെ തേടി പ്രതികാരം ചെയ്യാനിറങ്ങിയ ഒരു അസുരന്റെ കഥയാണത്. ആ അസുരൻ തന്റെ ശത്രുവായ ദൈവത്തെ കണ്ടെത്താൻ എല്ലായിടത്തും അലഞ്ഞു. ഭൂമി മുഴുവൻ അരിച്ചുപെറുക്കി. മുകളിലുള്ള 7 ലോകങ്ങളിലും താഴെയുള്ള 7 ലോകങ്ങളിലും പോയി. പക്ഷെ എവിടെയും ആരെയും കണ്ടെത്താനായില്ല. പ്രപഞ്ചം മുഴുവൻ ശൂന്യമായി അവന് തോന്നി. അങ്ങനെ നിരാശനായിരിക്കുന്ന അവന്റെ അരികിൽ നാരദൻ വന്നു. എന്നിട്ട് പറഞ്ഞു, വിഡ്ഢി, നീ എന്തിനാണ് പുറത്തു തിരയുന്നത്? നിന്റെ സ്വന്തം ഹൃദയത്തിൽ തിരയൂ. അവനുള്ളിലേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടതെന്നറിയുമോ? ദൈവത്തെയല്ല, അവന്റെ സ്വന്തം ഫോട്ടോ, അവന്റെ തന്നെ പ്രതിബിംബം. അപ്പോൾ ആരായിരുന്നു അവൻ തേടി നടന്ന ആ ദൈവം? അവൻ തന്നെ.
ഈ കഥയുടെ സന്ദേശം ഇതാണ്: ഞാൻ എന്ന വ്യക്തിഗത ബോധമില്ലാതാകുമ്പോഴാണ് ആ വലിയ ഈശ്വരബോധം ജനിക്കുന്നത്. അതായത്, അന്വേഷിക്കുന്നതും അന്വേഷിക്കപ്പെടുന്നതും ഒന്നുതന്നെ. ഇതുതന്നെയാണ് മാസ്റ്റർ ഇകെയും പറയുന്നത്. സത്യത്തെ അന്വേഷിക്കുന്ന ആൾ അവസാനം മനസ്സിലാക്കും താൻ തന്നെയാണ് ആ സത്യമെന്ന്. ശാസ്ത്രത്തിന്റെയും ആത്മീയതയുടെയും അവസാന ലക്ഷ്യം ഒന്നുതന്നെയാണ്: സ്വയം കണ്ടെത്തൽ. അപ്പോൾ ഒരു അവസാന ചോദ്യം. അന്വേഷകൻ തന്നെയാണ് സത്യമെങ്കിൽ പിന്നെ ഈ യാത്രയ്ക്ക് എന്താണ് അർത്ഥം? ഒരുപക്ഷേ ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരം ഈ യാത്ര തന്നെ ആവില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?